ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ടൈം പറയാൻ അറിയോ? ഒന്ന് +1 +2 ലൈഫിലെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര രസമാണ്. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബ്യൂട്ടി വരിക ഡിഗ്രി പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തുള്ള റിലേഷൻ ഭയങ്കര രസമായിരിക്കും. ആ സമയത്തെ ഫ്രണ്ട്ഷിപ്പ്, ആ സമയം നമുക്ക് ഫ്രീ ടൈം കൂടുതലായിരിക്കും, കുറേ സമയം ഉണ്ടാവും. വൈകുന്നേരം നമ്മൾ കളിക്കാൻ പോകും, അല്ലെങ്കിൽ ക്ലബ്ബിലിരുന്ന് വർത്താനം പറയും. പെട്ടെന്ന് ഒരാൾ പറയും നമുക്ക് ട്രിപ്പ് പോയല്ലോ എന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടി 4 ഭാഗത്ത് വീട്ടിലോട്ട് പോകും. എന്നിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് വരും. എന്നിട്ട് ഏതെങ്കിലും ഒരാളെ വണ്ടി സംഘടിപ്പിക്കും, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കും. ആ വണ്ടി എടുത്ത് പൈസയൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ പല സ്ഥലത്തും പൈസ കടഞ്ഞിട്ട് ട്രിപ്പ് പോകും. 3-4 ദിവസം നല്ല എൻജോയ് ചെയ്ത ട്രിപ്പായിരിക്കും. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയി പൈസയായിട്ട് വലിയ ട്രിപ്പ് പോകണം. 90% ആളുകൾക്ക് പിന്നെ നടക്കൂല. ആ സമയത്ത് മാത്രമേ എൻജോയ്മെൻറ്റ് കിട്ടുള്ളൂ. 10% ആളുകളുണ്ടാവും അതിന് ശേഷവും ഈ ട്രിപ്പും ഈ ഫ്രണ്ട്ഷിപ്പും ഈ വൈകുന്നേരത്തെ ചായ കുടിയും വൈകുന്നേരത്തെ ഇരുത്തൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ. ഞാൻ പറയാം ലക്കി ആയിട്ടുള്ള ആളുകളാണ് അവരെ പറയാം.